ഹലോ. അപ്പോൾ ഇന്ന് ഇക്കാരെ ബർത്ത്ഡേ ആണ്. അപ്പം കേക്കൊന്നും വാങ്ങണില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പം മിച്ചുവിനൊരാഗ്രഹം കേക്ക് കട്ട് ചെയ്യണം. അപ്പം മിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നമ്മൾ കേക്ക് വാങ്ങാൻ പോവുകയാണെന്ന്. മിച്ചുവിനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. വേറെ എവിടെയല്ല, എൻ്റെ ഒരു കസിൻ തന്നെ കേക്ക് ഉണ്ടാക്കും. അപ്പം അവളുടെ അടുത്തുനിന്ന് പോയി വാങ്ങിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും കൊച്ചുമ്മയും കൂടെയാണ് പോയത്. രാത്രിയാണ് പോയത്. അതിനൊരു കാരണമുണ്ട്. ഞാൻ ഷഹാനയെ വിളിച്ച് പറഞ്ഞത് എന്നെ 2:45-നാണ്. അപ്പോൾ പിന്നെ രാത്രിയിലേ കേക്ക് കിട്ടുള്ളൂ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോയത്. അപ്പം നല്ല ആ വഴി ഞാൻ പെരുന്നാളിൻ്റെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട് ഈ വഴിയൊക്കെ. അപ്പം നല്ല ഇരുട്ടായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കണ്ടാൽ പേടി തോന്നുന്നൊരു സ്ഥലം. അങ്ങ് അറ്റത്ത് ആ ഒരു ഇരുട്ട് കണ്ട അതുവഴിയാണ് ഞങ്ങൾ പോയത്. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പോയി അവിടെ നിന്ന് കേക്കും എടുത്തും കൊണ്ട് തിരിച്ചു വന്നു. ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങോട്ട് എത്തിയത്. അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും മിച്ചുവും എല്ലാവരും ഫാത്തി ഫർസാനായും അമ്മൂസൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. നേരത്തെ എടുത്ത വീഡിയോ ആയിരുന്നു നാച്ചുറൽ. ഇത് ആക്ടിങ് ആണ്. അത് കണ്ടാലേ മനസ്സിലാവും. അതിൽ എക്സൈറ്റ്മെന്റ് കുറഞ്ഞെന്ന് പറഞ്ഞു ഫർസു പ്രത്യേകം പറഞ്ഞ് റെഡിയാക്കിപ്പിച്ച് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. പക്ഷെ നേരത്തേതായിരുന്നു ശരിക്കും ഒറിജിനൽ. ഇത് ആർട്ടിഫിഷ്യൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. ഞാൻ പ്രത്യേകിച്ച് അവളുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. നല്ലൊരു കേക്കായിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ നല്ല കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇക്രു ഉറങ്ങണത് കണ്ട. സ്വർണ്ണമാലയൊക്കെ ഇട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം. കേക്ക് കെട്ടണേന്നും അറിഞ്ഞെങ്കിൽ എൻ്റെ സ്മെല്ലെങ്കിലും അടിച്ചെങ്കിൽ ഇപ്പോൾ എത്തിയേനെ. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചിട്ട് മിച്ചു ഞാനും കൂടെ കേക്ക് മുറിക്കാടാന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കൂല. പിന്നെ ഇക്കായ വീഡിയോ കോളും ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് അത് 3 മറ്റേ എന്താ മുത്ത് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിക്കാൻ പറ്റണമായിരുന്നു. അത് 4 എണ്ണം ഉണ്ടായിരുന്നു. അതിനായിരുന്നു ഇവിടെ അടി. മിച്ചു 2 എണ്ണം എടുത്ത് ബാക്കി 1 എണ്ണം അമ്മൂസും 1 എണ്ണം ഫാത്തി എടുത്ത്. ഫർസൂന് കിട്ടിയില്ല. അതിനായിരുന്നു ഇവിടെ ഏറ്റവും വലിയ അടി. കേക്കിനായിരുന്നില്ല. പിന്നെ കേക്കൊക്കെ കഴിച്ച് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് അതിനിടയ്ക്ക് ഇക്കായ വീഡിയോ കോളൊക്കെ ചെയ്യണോണ്ട് നല്ല അടിപൊളി കേക്കായിരുന്നു. പിന്നെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇക്കാക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. അത് ഞാൻ ഇട്ടേക്കാം. ഇക്കാക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കൊടുക്കുമെന്ന് പിന്നെ ഇത് ഞാൻ ഇക്കാക്കിട്ടൊരു പണിയെടുത്തതാണ്. വേറൊന്നുമല്ല, ഞാൻ ഗിഫ്റ്റ് അയച്ചപ്പോഴാണ് ഇക്കയുടെ ഫ്രണ്ട്സൊക്കെ അറിഞ്ഞത് ഇക്കയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ പിന്നെ അവർക്ക് ട്രീറ്റ് കൊടുത്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ അവരെ ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അതിൻ്റെ ഒരു വീഡിയോയും കൂടിയാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ ലാസ്റ്റിലാണ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഇട്ടേക്കുന്നത്. പറയാതെ ഉടുപ്പിച്ച് വെച്ചിരുന്നല്ലടാ കള്ള. എന്തിനു പൊട്ടിക്കുക അവിടെ? അറബി സാധനം അയച്ചു വിട്ടത്. അയച്ചു വിട്ടത് എനിക്ക് പിടി. ബർത്ത്ഡേ ഗിഫ്റ്റ്. നീ അതാണല്ലേ ഇറങ്ങി വെളിയിലോട്ട് ഓടിയത്. നോക്കട്ടെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഹാർട്ട് മുട്ടായി ഇളകി താഴെ വീണു. അപ്പോൾ എനിക്ക് ഈ ഗിഫ്റ്റ് സെറ്റാക്കി തന്നത് യുണീക്ക് ആർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാ പേജാണ്. അതായത് അവർ നന്നായിട്ട് ഞാൻ എന്താണോ കൊടുത്തത് അതെനിക്ക് അതുപോലെ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും പറ്റിയ ഒരു അടിപൊളി സംഭവമാണിത്. അതായത് ഇങ്ങനെയൊക്കെ നാട്ടിൽ നിന്നൊരു കൊറിയർ അയക്കണമെങ്കിൽ തന്നെ നല്ല റേറ്റ് ആവും. പക്ഷേ ഇത് അവിടെ ഉള്ള ആൾക്കാർ തന്നെ ഇത് ചെയ്ത് കൊറിയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താണോ വേണ്ടത് അത് അതുപോലെ അവർ ചെയ്തു തരും. അപ്പോൾ സൂപ്പറല്ലേ. പിന്നെ എനിക്ക് വേറൊരാളോടും കൂടി താങ്ക്സ് പറയണം കേട്ടോ. ഇക്കയുടെ ഒരു കൊളീഗ്, പുള്ളിക്കാരനാണ് എനിക്കിത് ഇങ്ങനെ ഒരു ഗിഫ്റ്റും ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോയൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. ഗിഫ്റ്റല്ല, സോറി, അതായത് ഗിഫ്റ്റ് ഞാൻ അയച്ചു, പുള്ളിക്കാരൻ്റെ പേരിലാണ് അയച്ചത്. പക്ഷേ എനിക്കിങ്ങനൊരു റിയാക്ഷൻ വീഡിയോയൊക്കെ സെറ്റ് ചെയ്ത് തന്നത് പുള്ളിക്കാരനാണ്. അപ്പം താങ്ക് യു.